അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട 4 വചനങ്ങളായി ഭൂമി ലോകത്തുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അഹബ്ബുൽ കലാമി ഇലല്ലാഹ്, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട കലിമത്തുകൾ, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട വാചകങ്ങൾ, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട വാക്യങ്ങൾ 4 വചനങ്ങളാണ്. സഹാബ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. ഈ 4 വചനങ്ങൾ അല്ലാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ടതാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഏറ്റവും അധികം അല്ലാഹുവിന്റെ പ്രിയങ്കരമായ 4 വചനങ്ങളിലൊന്നാണ് തക്ബീർ. ആ തക്ബീറിന്റെ ധ്വനികൾ മുഴക്കിക്കൊണ്ടാകണം നമ്മുടെ ഓരോ പെരുന്നാളിന്റെയും മാധുര്യം പകരേണ്ടത്. ഉറക്കെ തക്ബീർ ചൊല്ലിക്കോ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ തക്ബീറില്ലാത്ത ഒരു ബാങ്കുവിളി നമുക്ക് കേൾക്കാൻ വഴിയില്ല. തക്ബീറില്ലാത്ത ഒരു ഇഖാമത്തില്ല. തക്ബീറില്ലാത്ത ഒരു നിസ്കാരമില്ല. തക്ബീറില്ലാതെ നോമ്പിന്റെ പര്യവസാന സമാപ്തി കുറിക്കൊന്നില്ല. തക്ബീറില്ലാതെ ഹജ്ജിന്റെ സമാപ്തി കുറിക്കൊന്നില്ല. അങ്ങനെയാണെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് പോലും തക്ബീർ ഒരു ആവർത്തന വിരസതയായി അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഒരു വഖത്തിന്റെ പള്ളി വിനാരത്തിൽ നിന്ന് ഭാഗ്യന്റെ മുഴക്കുമ്പോ എത്ര തവണയാ തക്ബീർ നമ്മുടെ ശ്രവണകുടങ്ങളിലേക്ക് തുളച്ചു കയറുക. അങ്ങനെയാണെങ്കിൽ 5 വഖത്ത് നിസ്കാരത്തിന് പള്ളി വിനാരത്തിലൂടെ ഭാഗ്യന്റെ മുഴക്കുമ്പോ എത്ര പ്രാവശ്യമാ തക്ബീർ നമ്മളെ കേൾക്കുക. അതുപോലെ 5 പ്രാവശ്യം കൊടുക്കുമ്പോ എത്ര പ്രാവശ്യമാ തക്ബീറിന്റെ ധ്വനി നമ്മളെ കേൾക്കുക. ഒരു വഖത്ത് നിസ്കാരത്തിൽ തന്നെ എത്ര തക്ബീറിന്റെ ധ്വനികളാ നമ്മൾ കേൾക്കുക. അങ്ങനെയാണെങ്കിൽ 5 വഖത്ത് നിസ്കാരമാകുമ്പോ എത്ര തക്ബീറുകളാ നമ്മൾ അറിയാതെ നമ്മുടെ ശ്രവണകുടങ്ങളിലേക്ക് തുളച്ചു കയറുക. അറിയാതെ നമ്മുടെ നാവുകളിലൂടെ നമ്മൾ പറഞ്ഞു പോവുക. അതൊക്കെ പോകട്ടെ സഹോദരങ്ങളെ. എന്റെ പ്രിയപ്പെട്ട മണ്ണാർക്കാട്ട് ഉണ്ടോ, നമ്മുടെ ഭാര്യമാരെ പ്രസവിക്കുമ്പോ നമ്മൾ ലേബർ റൂമിന്റെ മുമ്പിലേക്ക് കാത്തു നിൽക്കുകയോ, ആ കൈക്കുഞ്ഞിനെ കൊണ്ടുവന്ന് നമ്മുടെ കയ്യിലേക്ക് ഇടുമ്പോ നമ്മുടെ നെഞ്ചത്തേക്ക് ചേർത്ത് വെച്ചിട്ട് വലത് ചെവിയിലെ ബാങ്ക് കൊടുക്കുകയോ ഇടത് ചെവിയിലെ കാമത്ത് കൊടുക്കുകയോ ആദ്യമായി ഒരു കുഞ്ഞ് കേൾക്കുന്ന വാചകവും എന്ത് മാധുര്യമേറിയ വാക്കാണത്, എന്തോ ഒരു സമാധാനത്തിന്റെ വാക്കാണത്, എന്തോ ഒരു സന്തോഷത്തിന്റെ പ്രകടനമാണത്. ആ തക്ബീറിന്റെ ധ്വനികൾ മുഴക്കിക്കൊണ്ടാകണേ നമ്മുടെ ഓരോ പെരുന്നാളിന്റെയും സന്തോഷം പ്രകടിപ്പിക്കേണ്ടത്. തക്ബീറിന് ഒരു ആവർത്തന വിരസത അനുഭവപ്പെട്ടിട്ടില്ല. ആരും പറഞ്ഞിട്ടില്ല ബാങ്ക് വിളിക്കാൻ തുടങ്ങുമ്പോ അല്ലാഹു അക്ബർ കേട്ട് മടുത്തു, ഇനി അൽഹംദുലില്ലാഹ് പറഞ്ഞുള്ള ബാങ്ക് വിളി എന്നാരേലും പറഞ്ഞിട്ടുണ്ടോ? കൈകെട്ട് നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുമ്പോ തക്ബീർ പറഞ്ഞല്ലേ കൈകെട്ടുക. ആരേലും പറഞ്ഞിട്ടുണ്ടോ തക്ബീർ പറഞ്ഞു മടുത്തു, ഇനി സുബ്ഹാനല്ലാഹ് പറഞ്ഞ് കൈകെട്ടിയാലെന്താ? ആരും പറയൂല സഹോദരങ്ങളെ. ആവർത്തന വിരസത അനുഭവപ്പെടാത്ത ഒരു വാചകം അത് തക്ബീറിന്റെ ധ്വനികളാണ്. ആ തക്ബീറിന്റെ ധ്വനികൾ അലയൊലിയിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്.
തക്ബീർ നമ്മൾ ഒരുപാട് ചൊല്ലുന്നവരാണ്. പക്ഷേ ആ തക്ബീറിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ചെല്ലണേ. അങ്ങനെ തക്ബീർ എല്ലാവരും തന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന തക്ബീറിന് എന്താ മാറ്റമെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബിയ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ് ഖൗലുൽ അബ്ദി അല്ലാഹു അക്ബർ. ഒരു അടിമ അല്ലാഹു അക്ബർ എന്ന് നല്ല നിയത്തോടുകൂടി ഹൃദയത്തിൽ നിന്നൊരു തക്ബീർ പറഞ്ഞാൽ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഒരു തക്ബീർ ആരെങ്കിലും പറഞ്ഞു പോയാ അല്ലാഹുവേ അല്ലാഹുവേ ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. ഈ ദുനിയാവും അതിലുള്ള സർവ്വ വസ്തുക്കളും നിനക്ക് കിട്ടുന്നതിനേക്കാൾ ഈ ഒരൊറ്റ തക്ബീർ യഥാർത്ഥ രീതിയിൽ ഇഖ്ലാസോടെ അർത്ഥം മനസ്സിലാക്കി നീ ചൊല്ലിയാ നിനക്ക് കിട്ടുമെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അർത്ഥം മനസ്സിലാക്കിയിട്ട് ചൊല്ലണേ. അർത്ഥം മനസ്സിലാക്കി ചൊല്ലണേ. അല്ലാഹു അക്ബർ. അല്ലാഹുവേ നീയാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ച് സംഹരിച്ച് സംരക്ഷിക്കുന്ന റബ്ബ്. ഈ ബ്രഹ്മാണ്ഡ കടാഹങ്ങളെ മുഴുവനും സൃഷ്ടിക്കുന്ന സംഹരിക്കുന്ന സംരക്ഷിക്കുന്ന അല്ലാഹ് അജയ്യനായ അജീവനായ അതുല്യനായ പടച്ചറബുണ്ടല്ലോ. ഓ പടച്ചറബിനെ അല്ലാഹുവേ നീയാണ് വലിയവനല്ലാ. നമുക്കൊന്നും ഒരു കഴിവുമില്ല അല്ലാ. നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ പോലും നമുക്ക് കഴിയൂല അല്ലാ. നമ്മുടെ മരണം എപ്പോഴാ, നമ്മുടെ ജീവിതം എങ്ങനാ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയൂല. ജനനത്തെയും മരണത്തെയും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. രോഗത്തെയും ആരോഗ്യത്തെയും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവേ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോ മഹാമാരികൾ ഉണ്ടാകുമ്പോ വീട്ടിനകത്ത് നിസ്സഹായനായി ഇരിക്കാനല്ലാതെ നമുക്കൊന്നും ഒരു കഴിവുമില്ല അല്ലോ. കണ്ണിന് പോലും കാണാൻ കഴിയാത്ത വളരെ ചെറിയ കോവിഡ് എന്ന് പറയുന്ന ചെറിയ ഒരു മാരകമായ വൈറസ് കടന്നു വന്നപ്പോ നിസ്സഹായനായി വീട്ടിലിരിക്കാനല്ലാതെ നമുക്കൊന്നിനും കഴിയില്ല അല്ലോ. എല്ലാത്തിനും കഴിവുള്ളവൻ നീയാണ് അല്ലോ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. الله أكبر كبيرا والحمد لله كثيرا وسبحان الله وبحمده بكرة وأصيلا لا إله إلا الله الله أكبر الله أكبر ولله الحمد. الله أكبر كبيرا والحمد لله كثيرا وسبحان الله وبحمده بكرة وأصيلا لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين ولو كره الكافرون لا الله أكبر ولله الحمد.
സുബ്ഹാനല്ലാഹി വബിഹംദിഹി ബുക്റതൻ വഅസീലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ صدق وعدا ونصر عبدا وأعز جندا وهزم الأحزاب وحدا لا إله إلا الله والله أكبر الله أكبر ولله الحمد കുറച്ചാഴ്ചകളിലായി നാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയവിറക്കി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഏതൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ഹസ്ബുനല്ലാഹ് എന്ന ആ ഒരു വാക്യം അന്വർത്ഥമാക്കി ജീവിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവർക്കും എന്റെ പേരിലും മണ്ണാർക്കാട് ടൗൺ ഹനഫി മുസ്ലിം ജമാഅത്തിന്റെ പേരിലും വലിയ ആശംസകൾ അർപ്പിക്കുകയാണ്. ഈദ് മുബാറക്. തഖബ്ബൽ അല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅമാൽ. ഉസീകും ബിദുആ അഖുൽ ഇസ്ലാം അഹ്മദ് ഹസൻ ബാഖവി വആഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.